നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ആ മനുഷ്യൻ ഇതാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനെ അടുപ്പിച്ചാൽ യഹൂദന്മാർക്ക് അത്രമാത്രം വിരൂപനായ ആ യേശുവിനെ കാണുമ്പോൾ ഇത്രയും നല്ലൊരു ശിക്ഷ മതി എന്ന് പറഞ്ഞ് തൃപ്തരായി അവര് പിരിഞ്ഞുപോകും എന്നാണ് പീലാത്തോസ് വിചാരിച്ചത്. അങ്ങനെ പീലാത്തോസ് യേശുവിനെ ആ അടിക്കുന്ന അല്ലെങ്കിൽ ഇടിമുറിയിൽ നിന്നും പുറത്ത് വരുത്തി. എന്നിട്ട് പീലാത്തോസ് അവരോട് പറയുകയാണ്, ആ മനുഷ്യൻ ഇതാ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ഇതാ എന്ന് പറയുന്നതിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. പീലാത്തോസ് ആകെ ഉദ്ദേശിച്ചത്, നിങ്ങളെന്നെ ഏൽപ്പിച്ച നല്ല വസ്ത്രം ധരിച്ച് സുമുഖനായി നിങ്ങളുടെ മുമ്പാകെ നിന്നിരുന്ന ആ 33 വയസ്സുകാരൻ ഇപ്പോൾ ഇതാ രക്താഭിഷിക്തനായി, വസ്ത്രം മുഴുവൻ രക്തം, പുറമെല്ലാം അടിച്ചു കീറിയതിനാൽ അല്ലെങ്കിൽ ദേഹം മുഴുവൻ അടിച്ചു കീറിയതിനാൽ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. തലയിൽ മുൾമുടി വെച്ച് അടിച്ചതിനാൽ അവിടെ മുറിവുണ്ടായി ആ രക്തം മുഖത്തൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. രോമങ്ങൾ പോലും പറിച്ചെടുക്കാൻ ഇടയായി. അതിന് വാക്യമുണ്ട്, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും ഞാൻ കാണിച്ചു കൊടുത്തു എന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യേശുവിന് സംഭവിക്കുന്ന യേശുവിന് കഷ്ടാനുഭവങ്ങളിൽ, യേശുവിന് അനുഭവിക്കുന്ന ശിക്ഷയിൽ അതിൻ്റെ വിശദാംശങ്ങൾ പോലും പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഏൽക്കേണ്ട മുഴുവൻ ശിക്ഷയും യേശു ഏറ്റേ തീരുമായിരുന്നുള്ളൂ. എങ്കിൽ മാത്രമേ മനുഷ്യന് പാപമോചനവും അനുഗ്രഹവും സ്വർഗവും ലഭിക്കുമായിരുന്നുള്ളൂ. അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ കർത്താവ് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വരുവാൻ ഇടയായത്. ഇവിടെ ഇതാ ആ മനുഷ്യൻ എന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രദ്ധ ഉൽപ്പത്തി പുസ്തകത്തിലെ ഏദൻ തോട്ടത്തിലേക്ക് പോകും. പാപം ചെയ്ത മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് അവരുടെ മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ ഒരു വാഗ്ദാനം ദൈവം നൽകി. അത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചതയ്ക്കും എന്നായിരുന്നു. ലോകത്തിലുള്ള മനുഷ്യരെല്ലാം പുരുഷന്മാരുടെ സന്തതികളാണ്. എന്നാൽ പുരുഷബന്ധമില്ലാതെ ഒരു മനുഷ്യനുണ്ടാകും. അതായിരുന്നു ദൈവം അവർക്ക് നൽകിയ ആ വാഗ്ദാനം അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ വാഗ്ദാനം. ഒന്നാമത്തെ പുരുഷനാണ് പാപം ചെയ്തത്, അനുസരണക്കേട് കാണിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തു 2-ാം മനുഷ്യനായി ഭൂമിയിൽ വന്നു. ഒന്നാമത്തെ ആദാം പാപം ചെയ്തു. ഒടുക്കത്തെ ആദാമായ യേശു ആ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് വന്നു. പഴയ നിയമത്തിൽ സെഖര്യാവിൻ്റെ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലുണ്ട്, വാളെ ഉണരുക, എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക, ആടുകൾ ചെതറിപ്പോകേണ്ടതിന് ഇടയനെ വിട്ടുക. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് ശിഷ്യന്മാരുണ്ടായിരിക്കുമെന്നും ആ ശിഷ്യന്മാർ തൻ്റെ ആടുകൾ തന്നെ വിട്ട് ഓടിപ്പോകാൻ ഇടയാകുമെന്നും പിന്നെ ദൈവപുത്രന്റെ മനുഷ്യാവതാരം ആയ യേശു, ദൈവത്തിൻ്റെ കൂട്ടാളിയായ പുരുഷൻ വെട്ടപ്പെടും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും, ന്യായവിധിക്ക് ഇരയായിത്തീരും എന്നുള്ള വാക്യമാണ് ക്രിസ്തുവിന് 100 വർഷങ്ങൾക്ക് മുൻപ് സെഖര്യാവ് എന്ന പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടാളിയായ പുരുഷൻ. പ്രിയപ്പെട്ടവരെ, ഒരു പുരുഷൻ അനുസരണക്കേട് കാണിച്ചതിനാൽ മറ്റൊരു പുരുഷനായി ദൈവം ലോകത്തിൽ വന്ന മനുഷ്യന്റെ ശിക്ഷ
ഏറ്റെടുക്കാൻ തയ്യാറായപ്പോഴാണ് പീലാത്തോസ് ചൂണ്ടിക്കാണിച്ചത്, ഇതാ ആ മനുഷ്യൻ. പീലാത്തോസിന് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവം നമ്മോട് പറയുകയാണ്, മനുഷ്യവർഗത്തോട് പറയുകയാണ്, ഞാൻ ഏദൻ തോട്ടത്തിൽ വാഗ്ദാനം ചെയ്ത പുരുഷൻ ഇതാണ്. ഞാൻ സക്കറിയാവിലൂടെ വാഗ്ദാനം ചെയ്ത പുരുഷൻ ഇതാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നമുക്ക് വേണ്ടി മനുഷ്യനായി പുരുഷനായി ഭൂമിയിൽ വന്ന കർത്താവായ യേശു നമ്മുടെ ശിക്ഷയേറ്റു. അതോർത്ത് നന്ദി പറഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.